കലോത്സവത്തിൽ ഏതൊക്കെ കലാരൂപങ്ങൾ പകർന്നാടിയാലും കേരളത്തിൻ്റെ തനത് ദൃശ്യ കലാരൂപമായ കഥകളിയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. പച്ചയും മഞ്ഞയും കറുപ്പും ചുവപ്പും നിറഞ്ഞ വർണ്ണ കാഴ്ചകളുടെ കലാരൂപം. വേദി 9 കല്ലടയാറിലെ ചമയമുറിയിൽ നിന്നും രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ. രോഹിണി, കല്ലടയാറിലാണ് ഞാൻ ഉള്ളത്. വേദി 9 ഓരോ നദികളുടെയും പേരാണ്. കോട്ടൺ ഹിൽ സ്കൂളിലാണ് വേദി. ഇപ്പോൾ വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കഥകളിയാണ്. നമുക്കറിയാം എന്തൊക്കെ കലാരൂപങ്ങൾ ഉണ്ട് കലോത്സവത്തിലെങ്കിലും കഥകളിയുടെ ഭംഗി അത് വേറിട്ട് തന്നെയാണ്. ഞാനിപ്പോൾ വേദിയിലല്ല, കലോത്സവത്തിന്റെ ചമയമുറിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആഭരണങ്ങളൊക്കെ അതിന് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. എല്ലാ കലാരൂപങ്ങൾക്കും അതിന്റെ ചമയം വളരെ പ്രധാനപ്പെട്ടതാണ്. മോഹിനിയാട്ടമാണെങ്കിലും ഭരതനാട്യമാണെങ്കിലും ചമയത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ കഥകളിയോളം സമയമെടുത്ത് ചെയ്യേണ്ട മറ്റൊരു എത്രത്തോളം മണിക്കൂറുകളാണ് ഇതിന്റെ ഒരു ചമയത്തിന് ആവശ്യമായി വരിക. ഒരു 3 മണിക്കാണ് അതിന്റെ കലാരൂപം അവതരിപ്പിക്കുന്നതെങ്കിൽ ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവതരിപ്പിക്കാൻ തുടങ്ങും. അത്ര കണ്ട് സമയം വേണമെന്നുള്ളതാണ്. കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ്. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. വർണ്ണങ്ങളുടെ ഒരു പകർന്നാട്ടം എന്ന് തന്നെ നമുക്ക് കഥകളിയെ കുറിച്ച് പറയേണ്ടി വരും. പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രക്കളി, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെരുക്കൂത്ത്, തെയ്യം, തിറയാട്ടം, പടയണി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ നമുക്ക് ദൃശ്യമാണ്. ഇതിന്റെ ചമയം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം. ഇതിന്റെ ചമയത്തിന് ഒരുപാട് സമയം വേണമല്ലേ കഥകളി? അതെ, ഒരുപാട് സമയം വേണം. ഇപ്പോൾ ഇത് ചെയ്യുന്നത് മിനുക്ക് വേഷമാണ്. മിനുക്ക് വേഷത്തിനേക്കാളും കൂടുതൽ വേണ്ടത് പച്ചവേഷം പോലെയുള്ള ചുട്ടിയുള്ള വേഷങ്ങൾക്കാണ് കൂടുതൽ സമയം വേണ്ടത്. സമയം ആദ്യം എടുക്കുന്നത് ചുട്ടിക്കാണ്. ഇതിൽ ഓരോ വർണ്ണങ്ങളെയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇപ്പോൾ പച്ചയാണെങ്കിലും കറുപ്പാണെങ്കിലും. ഇത് മനയോല എന്ന് പറഞ്ഞ ഒരു കല്ലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മനയോല എന്ന് പറഞ്ഞ കല്ല് അതൊരു ആയുർവേദിക് മെഡിസിനാണ്. ഇതാണ് കല്ല്. ഇത് പൊടിച്ച് അരച്ച് അതിനൊപ്പം നീലാമരിയുടെ കറ, അതായത് നീലം എന്ന് പറഞ്ഞ കട്ട നീലം ചേർത്ത് കഴിഞ്ഞാൽ പച്ച നിറമാവും. അപ്പോൾ മഞ്ഞയും പച്ചയും ആവും. പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിനാളത്തിൽ നിന്ന് കിട്ടുന്ന കരി ഉണ്ടല്ലോ, അതാണ് മഷിയായിട്ട് ഉപയോഗിക്കുക, കൺമഷിയായിട്ട് ഉപയോഗിക്കുക. പിന്നെ ചായല്യം എന്ന് പറഞ്ഞ കളറ്, ചുവന്ന കളറ്. ഈ മനയോലയോടൊപ്പം ചുവന്ന ഗൊറില്ല പൗഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സിങ്ക് വൈറ്റ്, റെഡ്. അത് മഞ്ഞയുടെ ഒപ്പം മിക്സ് ചെയ്താൽ ചായല്യമായി. അതാണ് 4 കളറാണ് പ്രധാനമായിട്ട് തേക്കാൻ, മേക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര സമയം വേണം ചമയം മുഴുവൻ പൂർത്തീകരിക്കാൻ? ഒരു വേഷം, ഒരു പച്ചവേഷമാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ വേണം ഇത് മുഴുവൻ വേഷം ഒരുങ്ങി വരാൻ. സ്ത്രീ വേഷമാകുമ്പോൾ കുറച്ചും കൂടി കുറയും. ചുട്ടിയില്ലാത്തതുകൊണ്ട് എങ്കിലൊരു 3 മണിക്കൂർ എങ്കിലും വേണ്ടി വരും. ഏറ്റവും കൂടുതൽ സമയം വേണ്ട കലാരൂപവും കഥകളിയാണ്. അതെ അതെ അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഒരു വർണ്ണങ്ങളുടെ ഒരു പകർന്നാട്ടമാണ് കഥകളി എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഓരോ നിറവും, അതായത് പച്ചയാണെങ്കിലും ചുവപ്പാണെങ്കിലും നീല ചേർന്ന കറുപ്പ് നിറമാണെങ്കിലും ഓരോ വർണ്ണത്തിനും അത് തയ്യാറാക്കുന്നതിന് ഓരോ പ്രത്യേകതയുണ്ട്. എത്രത്തോളം മണിക്കൂറുകൾ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 5 മണിക്കൂറോളം സമയം വേണം ഈ ചമയം പൂർത്തീകരിക്കണമെങ്കിൽ. അത് പിന്നീട് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അത് കാണാനും വളരെ ഭംഗിയാണ്. മറ്റ് കലാരൂപങ്ങളെയൊക്കെക്കാൾ ഈ പ്രാചീന തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. അതുകൊണ്ട് തന്നെ അത് ഈ കലോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ കഥകളിക്ക് വേണ്ടി രചിക്കപ്പെട്ട കാവ്യമായ ആട്ടക്കഥയിലെ സംഭാഷണങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മണിക്കൂറുകളോളം ഇവിടെ തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയമാണ് ഇവർക്ക് വേദിയിലേക്ക് എത്താനുള്ളത്. ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും ഓരോ കലാരൂപങ്ങളും അത് വേദികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഘനൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി ഉൾപ്പെടെയുള്ള ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കലാരൂപങ്ങളൊക്കെ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ കാഴ്ചക്കാർക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കലോത്സവത്തിന്റെ പ്രത്യേകത. ഏതായാലും കലോത്സവം അങ്ങനെ വലിയ ആഘോഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഓരോ കലാരൂപങ്ങളും
തടസ്സങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും നിരവധി മത്സര ഇനങ്ങളുണ്ട്. വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതാണ് കലോത്സവത്തിലെ കഥകളിയുടെ ചമയമുറിയിലെ വിശേഷങ്ങൾ. രോഹിണി. ശരി, കഥകളിയുടെ ചമയമുറിയിൽ നിന്നും രശ്മി കാർത്തികയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.